കുമ്പടാജെ ആജിലയിലെ പുഷ്പലത വീശെട്ടിയെ കൊലപ്പെടുത്തിയത് പട്ടാപ്പകൽ. വെള്ളിയാഴ്ച വൈകിട്ടോടെ അറസ്റ്റിലായ പ്രതി പെരഡലയിലെ പരമേശ്വര എന്ന രമേഷ് നായിക്കിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. തുടക്കത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നുവെങ്കിലും വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പുഷ്പലതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. കഴുത്തുഞെരിച്ചും വായും മൂക്കും പൊത്തിപ്പിടിച്ചുമാണ് കൊല നടത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. പിന്നാലെ നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലൂടെ രാത്രി 7 മണിയോടെയാണ് കർണാടക സ്വദേശിയും പെർഡാലയിലെ താമസക്കാരനുമായ പരമേശ്വര എന്ന രമേഷ് നായിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 47-കാരനായ ഇയാൾ ഈ മേഖലയിൽ മെഷീൻ ഉപയോഗിച്ച് സ്ഥിരമായി കാടുവെട്ടൽ ജോലിക്കെത്തുന്ന തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം സുപരിചിതനും. ഒറ്റപ്പെട്ട സ്ഥലത്തെ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന പുഷ്പലതയെ കൊലപ്പെടുത്തിയത് കവർച്ചക്കാരായിരിക്കുമെന്നാണ് പ്രദേശവാസികളും പോലീസും സംശയിച്ചിരുന്നത്. ഇത് മുന്നത്തെ തന്നെയാണ് കാസർഗോഡ് DVSP CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി പ്രദേശത്തുകാരായ നിരവധി പേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ ഒരാളായിരുന്നു പരമേശ്വരിയും. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പരമേശ്വരിയുടെ മൊഴിയിലുണ്ടായ ഇടർച്ച പോലീസിൽ സംശയങ്ങൾ ഉണർത്തി. തുടർന്ന് തിരിച്ചും മറിച്ചും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിനിടയാക്കിയതെന്നും കവർച്ച നടത്താൻ ആലോചിച്ചിരുന്നില്ലെന്നുമാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. പുഷ്പലതയുടെ കഴുത്തിൽ നിന്നും കാണാതായ കരിമണിമാല പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തതോടെയാണ് ഇയാൾ മറ്റു വഴികളൊന്നുമില്ലാതെ നടന്ന സംഭവങ്ങൾ ഓരോന്നായി പോലീസിനോട് തുറന്നു പറഞ്ഞത്. സംഭവം നടന്ന ദിവസം ഉച്ചതിരിഞ്ഞ് 3:30-യോടെയാണ് പ്രതി പുഷ്പലതയുടെ വീട്ടിലെത്തിയത്. നേരത്തെ ജോലി നിർത്തിപ്പോകുന്നതിനാണെന്ന് പുഷ്പലത ചോദിച്ചപ്പോൾ കാടുവെട്ടുന്നതിനെ പാമ്പിനെ കണ്ട കാര്യം പ്രതി വെളിപ്പെടുത്തി. എന്നാൽ ഇത് വിശ്വസിക്കാതെ പരിഹാസരൂപേണ പുഷ്പലത പലതും പറഞ്ഞപ്പോൾ പ്രകോപിതനായ പ്രതി പുഷ്പലതയെ അടിച്ചു. പുഷ്പലത തിരിച്ചുമടിച്ചു. തുടർന്ന് പലതും വിളിച്ചു പറഞ്ഞുകൊണ്ട് പിൻഭാഗത്തെ വാതിൽ വഴി പുഷ്പലത വീടിനകത്തേക്ക് പോയി. എന്നാൽ അരിശമടങ്ങാത്ത പരമേശ്വരിയും പിന്നാലെ വീട്ടിൽ കയറി. പിന്നാലെ ഇരുവരും തമ്മിൽ ഉന്തും തള്ളും മൽപ്പിടുത്തവുമുണ്ടായി. ഇതിനിടയിൽ താൻ പുഷ്പലതയുടെ മൂക്ക് പൊത്തിപ്പിടിച്ചുവെന്നും ബോധം പോയതിനു ശേഷം പുഷ്പലതയുടെ കഴുത്തിലുണ്ടായിരുന്ന കരിമണിമാലയുമായി സ്കൂട്ടറിൽ കടന്നുകളഞ്ഞുവെന്നുമാണ് പരമേശ്വര വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശ്വാസം മുട്ടിക്കുന്നതിനിടെ വയോധിക പ്രതിയുടെ വലതുകൈയിൽ കടിച്ച് മുറിവേൽപ്പിച്ചിരുന്നു. മാത്രമല്ല പ്രതിയുടെ രക്തം പുഷ്പലതയുടെ പല്ലിലും ചുണ്ടിലും പതിഞ്ഞതായി ഫോറൻസിക് പരിശോധനയിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം കേസിൽ പോലീസിനെ സഹായിക്കുന്ന നിർണായകമായ ശാസ്ത്രീയ തെളിവുകളാണ്. ദൃക്സാക്ഷികൾ ആരുമില്ലാത്തതിനാൽ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ഈ ശാസ്ത്രീയ തെളിവുകൾ കോടതിയിൽ പ്രതിക്കെതിരെയുള്ള ശക്തമായ ആയുധമായി മാറും. ബദിയടുക്ക ഇൻസ്പെക്ടർ എ സന്തോഷ് കുമാർ, SI-മാരായ സബ്യസാജി പ്രസാദ്, ASI-മാരായ അബൂബക്കർ കല്ലായി പ്രസാദ്, CPO-മാരായ ഗോകുൽ, ശ്രീജേഷ്, ശ്രുതി എന്നിവരാണ് DVSP CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, ഉപ്പള.